യുദ്ധം വന്നപ്പോൾ ഗ്യാസ് ലഭിക്കല് മുടങ്ങി. അഥവാ ലഭിച്ചാലോ വില ആകാശത്തേക്ക്. ഒരു മാറ്റം വേണ്ടേ, ഒരു സൊല്യൂഷൻ വേണ്ടേ? ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കാക്കഞ്ചേരിയിലെ കിൻഫ്ര പാർക്കിലാണ്. ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്, നമുക്കത് കാണാം. ഇവിടെയാണ് ആ സൊല്യൂഷൻ ഉള്ളത്. ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഇൻഡക്ഷൻ ടെക്നോളജി എന്നാണ്. ഇതല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ല എന്നാണ്. കാരണം LPG എന്നത് നമുക്ക് അറിയാൻ പറ്റും, മറ്റൊരു രാജ്യത്തിന് ഇറക്കുമതി ചെയ്യാം. ലോകത്ത് യുദ്ധങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, കുറയല്ലോ. അപ്പോൾ ഇനി ഈ LPG ഒരിക്കലും നമുക്ക് കണ്ട് ആഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, ഇന്ത്യയിൽ കിട്ടുന്ന, കേരളത്തിൽ കിട്ടുന്ന ഒരു വിഭവമാണ് വൈദ്യുതി. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ സാധിക്കും. കുറഞ്ഞ സമയം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധം പോലും നമ്മുടെ നാടിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ടെക്നോളജിയിലേക്ക് എല്ലാവരും മാറി വരില്ലാതെ മറ്റു മാർഗമില്ല എന്നാണ്. ഒന്ന് LPGയുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ. ഇനി കിട്ടാനില്ലാത്ത മറ്റൊരു പ്രശ്നം, വീട്ടമ്മമാർ ആശങ്കയിലാണ്. ഈ ടെൻഷൻ വീട്ടമ്മമാർക്ക് ഇനി ആവശ്യം വരുന്നില്ലല്ലോ. ഇത്രയും ടെക്നോളജിയിലേക്ക് മാറുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അതായത് LPG ഗ്യാസിൽ വെച്ചാലാണോ അതോ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാലാണോ പെട്ടെന്ന് ഹീറ്റ് ആവുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ആ സംശയം ഉണ്ടായിരിക്കുമല്ലോ. നമുക്കത് തെളിയിക്കാം. ഇവിടെ ഇൻഡക്ഷൻ ടെക്നോളജിയുടെ പ്രത്യേകത, 1 ലിറ്റർ വെള്ളം തിളക്കാനായിട്ട് 3-3.5 മിനിറ്റ് സമയം മതി. അത് LPGയിലാണെങ്കിൽ 6-7 മിനിറ്റ് സമയം വേണം. അതുകൊണ്ട് നമുക്ക് എല്ലാം കൊണ്ടും ലാഭം ഈ ഇൻഡക്ഷൻ ടെക്നോളജിയാണ്. ഒരു മണിക്കൂർ ECU ഉപയോഗിക്കാൻ 1 യൂണിറ്റ് വൈദ്യുതി മതി എന്നുള്ള. ഒരു വീട്ടമ്മക്ക് 3 മണിക്കൂർ ECU ഉപയോഗിക്കാൻ 10 രൂപയുടെ ചിലവേ ഉള്ളൂ. 3 യൂണിറ്റ് വൈദ്യുതി ആവശ്യം വരുന്നുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് ഉടമകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എത്ര കാലം നിങ്ങൾ ഈ വിറകടുപ്പും LPG ഗ്യാസും ഒക്കെ ഉപയോഗിക്കും? ഒരു മാറ്റം വേണ്ടേ? നിങ്ങൾക്കായിട്ട് തന്നെ ഒരു ഇൻഡക്ഷൻ അടുപ്പ് തന്നെ ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുണ്ടെന്നേ. ഇതാണ് ആ സംഭവം. യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് ഹോട്ടൽ വ്യവസായങ്ങളാണ്. 18 മിനിറ്റ് കൊണ്ട് 10 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ പറ്റും. 1 യൂണിറ്റ് വൈദ്യുതി മതി. 1 മണിക്കൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 3 യൂണിറ്റ് വൈദ്യുതി മാത്രം ആവശ്യം വരുന്നുള്ളൂ. അത് ഹോട്ടലിലേക്ക് ഭയങ്കര ലാഭമാണ്. 20 വർഷമായിട്ട് ലക്ഷക്കണക്കിന് കസ്റ്റമറുണ്ട്. അത് അവരുടെ കുടുംബങ്ങൾ നമ്മുടെ കസ്റ്റമറാണ്. അല്ലാതെ ഒരാൾ വാങ്ങിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് വരാതിരിക്കുകയല്ല. അവരൊക്കെ നമ്മൾ തലമുറകൾ കസ്റ്റമറാണ്. പുതിയ ജനറേഷൻ, പുതിയ തലമുറ പോലും നമ്മുടെ കസ്റ്റമറായി മാറാമെന്നുള്ളത്. ഇതാണ് ECUവിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ECUക്ക് എങ്ങനെ ലഭിക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. ബുക്കിംഗ് ചെയ്താൽ നിർമ്മിക്കും. ഒരു മാസം 2 മാസം കൊണ്ട് കൊടുക്കാൻ സാധിക്കും. ഇനി പെട്ടെന്ന് വേണം, ഇപ്പോൾ യുദ്ധം നടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പെട്ടെന്ന് വേണ്ടവർക്ക് നമുക്കുള്ള സംവിധാനം ചെയ്യും എന്നുള്ളതാണ്. ഇത് കടകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ECU ബ്രാൻഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് കടകളിൽ ലഭിക്കാതെ ജനങ്ങൾക്ക് വളരെ സർവീസ് എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകണമെന്നല്ല. അപ്പോഴേ ഇതൊക്കെയാണ് EC കുക്കിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലെ വിശേഷങ്ങൾ കേട്ടോ. ഈ പ്രൊഡക്റ്റ് അങ്ങനെ എല്ലാ കടകളിലും കിട്ടില്ല. വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ, സ്ക്രീനിൻ്റെ അടിയിൽ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കാലം മാറുകയാണ്, ടെക്നോളജി മാറുകയാണ്, നമുക്കും മാറണ്ടേ?